നമസ്കാരം. 2019-ൽ 40-ലധികം CRPF ജവാന്മാരുടെ വീരമൃത്യുവിനിടയാക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാൾ പാക് അധീന കശ്മീരിലെ മുസഫറാബാദിൽ അജ്ഞാതരായ തോക്കുധാരികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ച പാകിസ്ഥാനിലെ മുസഫറാബാദ് മേഖലയിൽ പുൽവാമ ഭീകരനായ ഹംസ ബുർഹാനാണ് കൊല്ലപ്പെട്ടത്. ഇയാൾക്ക് നേരെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിയുതിർക്കുകയായിരുന്നുവെന്നും ശരീരത്തിൽ ഒന്നിലധികം വെടിയേറ്റ ഇയാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടുവെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. പാക് അധീന കശ്മീരിലെ മുസഫറാബാദിലാണ് വെടിവെപ്പ് നടന്നതെങ്കിലും ആക്രമണകാരികൾ ആരെന്നോ കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യത്തെക്കുറിച്ചോ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരപ്രവർത്തനങ്ങളുടെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളാണ് ഹംസ ബുർഹാൻ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യ ഒന്നാകെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണം നടക്കുന്നത് 2019 ഫെബ്രുവരി 14-നാണ്. ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ലത്തിപോറയിൽ ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെ കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെ ജവാന്മാർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെയാണ് ദാരുണമായ ഭീകരാക്രമണം ഉണ്ടായത്. 78 വാഹനങ്ങളിലായി 2500-ലധികം ജവാന്മാർ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന വഴിക്കാണ് ആക്രമണം നേരിട്ടത്. ഏകദേശം 300 കിലോഗ്രാമിലധികം സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു സ്കോർപിയോ കാർ ജവാന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സിലേക്ക് ഭീകരർ ഇടിച്ചുകയറ്റി ചാവേർ ആക്രമണം നടത്തുകയായിരുന്നു. ഭീകരമായ ഈ സ്ഫോടനത്തിൽ 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദാണ് ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ആദിൽ അഹമ്മദ് ദാർ എന്ന 22-കാരനായ പ്രാദേശിക കശ്മീരി യുവാവായിരുന്നു ചാവേറായി എത്തിയത്. ആക്രമണത്തിന് തൊട്ടുമുമ്പ് ഇയാൾ റെക്കോർഡ് ചെയ്ത വീഡിയോ സന്ദേശവും ഭീകരർ പുറത്തുവിട്ടിരുന്നു. പുൽവാമ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ശക്തമായ തിരിച്ചടിയാണ് പിന്നീട് നൽകിയത്. ആക്രമണം നടന്ന് കൃത്യം 12-ാം ദിവസം, അതായത് 2019 ഫെബ്രുവരി 26-ന് പുലർച്ചെ ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിലെ ബലാകോട്ടിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ ഭീകര പരിശീലന കേന്ദ്രം ബോംബിട്ട് തകർത്തു. ഈ സുപ്രധാന സൈനിക നടപടിയിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവം ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര ബന്ധത്തെ ചരിത്രത്തിലെ ഏറ്റവും വഷളായ അവസ്ഥയിലെത്തിച്ചു. ഇതിന് തുടർച്ചയായി പാകിസ്ഥാനുള്ള മോസ്റ്റ് ഫേവേർഡ് നേഷൻ പദവി ഇന്ത്യ റദ്ദാക്കുകയും പാക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതി 200% ഉയർത്തുകയും ചെയ്തു. അമേരിക്ക, UK, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ആഗോള രാജ്യങ്ങൾ ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര തലത്തിലുണ്ടായ ഈ സമ്മർദ്ദങ്ങൾ ഒടുവിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതേസമയം ഈ മാസം തന്നെ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന സംഭവം ഇത് 3-ാമത്തേതാണ്. മുൻപ് മെയ് മാസം തന്നെ 2 ഭീകരർ ഇത്തരത്തിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ലഷ്കറിന്റെ മുതിർന്ന കമാൻഡറെയും ISIയുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥനുമായിരുന്നു അജ്ഞാത സംഘം വെടിവെച്ചു കൊന്നത്. മിർ ഷുക്ർ ഖാൻ റൈസാനി, മുഹമ്മദ് ഇക്ബാൽ എന്നിവരായിരുന്നു ഈ മാസം തന്നെ കൊല്ലപ്പെട്ട മറ്റു 2 ഭീകരർ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടരുന്ന ഇത്തരം ആസൂത്രിത ആക്രമണങ്ങളിലൂടെ നിരവധി ഭീകരരെ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. ലഷ്കറിന്റെ റിക്രൂട്ട്മെന്റ്, തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന റൈസാനിയെ കൊച്ചിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അജ്ഞാത സംഘം ഇയാളെ കൊലപ്പെടുത്തുകയായിരുന്നു. റൈസാനി കൊല്ലപ്പെടുന്നതിന് തലേ ദിവസം ഭീകര സംഘടന സംഘടിപ്പിച്ച ഒരു വലിയ ചടങ്ങിൽ ഇയാൾ പങ്കെടുത്തിരുന്നു. ബലൂചിസ്ഥാനിലെ ലഷ്കർ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്നതും ഇയാളാണ്. ഇതിനു മുമ്പ് ജമ്മു കാശ്മീർ ലക്ഷ്യമിട്ടുള്ള റിക്രൂട്ട്മെന്റ്, പരിശീലന പരിപാടികൾ എന്നിവയിലും ഇയാൾ സജീവമായിരുന്നു. മുഹമ്മദ് ഇക്ബാൽ എന്ന ഭീകരനാണ് മറ്റൊരാൾ. അജ്ഞാതരായ തോക്കുധാരികളാണ് ഇയാളെയും വധിച്ചത്. ഖൈബർ പഖ്തൂൺഖയിലെയും അഫ്ഗാനിസ്ഥാനിലെയും ISയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടായിരുന്നു. ഇക്ബാലിന്റെ മരണത്തിന് പിന്നാലെ ഇയാളിൽ നിന്ന് സുപ്രധാനമായ പല രേഖകളും കണ്ടെടുക്കാനും സാധിച്ചിരുന്നു. ഇയാൾക്കും മറ്റ് പല ISI ഉദ്യോഗസ്ഥർക്കും ഇസ്ലാമിക് സ്റ്റേറ്റുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നായിരുന്നു ഈ രേഖകൾ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ തങ്ങൾ പിന്തുണയ്ക്കുന്നില്ലെന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുമ്പോഴും ഇക്ബാലിന്റെ കൊലപാതകവും ഇയാളിൽ നിന്ന് ലഭിച്ച തെളിവുകളും പാകിസ്ഥാന്റെ ഈ വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു.